ഹലോ കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരഗ്ന, നിങ്ങളുടെ സ്വന്തം മിസ്സാണ്. ഓക്കെ, നമുക്ക് എല്ലാവരും നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. നമ്മൾ എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചാപ്റ്റർ ആണ്. ലാസ്റ്റിൽ തന്നെ നിങ്ങൾക്ക് അറിയാം, നമ്മളെ ബാർഗ്രാഫ് ഒക്കെ വരച്ചിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ അല്ലെ. ശരിക്കും അത് സ്റ്റാറ്റി എന്ന് പറയുന്ന ഒരു സബ്ജക്ട് തന്നെയാണ്. അപ്പൊ സ്റ്റാറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു 5ാം ക്ലാസ് മുതൽ അതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ഇപ്പൊ പഠിക്കുന്നത്. സോ ഇനി വരുന്ന 6ലായാലും 7ലായാലും 8ലായാലും ഇനി അങ്ങോട്ട് ഏത് സ്റ്റാൻഡേർഡിൽ നിങ്ങൾ പഠിക്കുവാണെങ്കിലും ഈ ഒരു ബാർഗ്രാഫുകളൊക്കെ വെച്ചിട്ട് ഇനി ഒത്തിരി ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ടാവും. സോ ഈ ഒരു കാര്യം നിങ്ങൾ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ എടുത്തോളാം. അപ്പൊ ക്വസ്റ്റ്യൻ നിങ്ങൾ ബോർഡിൽ കാണുന്നുണ്ടാവും, ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിക്കേടാ. എന്താണ് ചോദ്യം? ഓക്കെ, ക്വസ്റ്റ്യൻ: ഒരു വീട്ടിൽ 6 മാസ കാലയളവിൽ ഉപയോഗിച്ച വൈദ്യുതിയുടെ അളവാണ് ചുവടെ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് അറിയാം, ഓരോ മാസവും അല്ലെ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, അങ്ങനെ ഓരോ മാസം ഉപയോഗിച്ച കറണ്ടിന്റെ അളവാണ് കൊടുത്തത്. അപ്പൊ അതിങ്ങനെ കയറി വരുന്നതിനനുസരിച്ചുള്ള കറണ്ടിന്റെ അളവുകള് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ ചോദ്യം നോക്കാം നമുക്ക് അല്ലെ. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യനും ഉണ്ട്. നിങ്ങള് ഇംഗ്ലീഷ് മീഡിയക്കാര് വിഷമിക്കണ്ട, എവിടെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ എവിടെ എന്ന് വിചാരിക്കണ്ട കേട്ടോ. ഇത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ഇവിടെ തന്നെ ഉണ്ട്. ആദ്യത്തെ ചോദ്യം എന്താ? ഇൻ വിച്ച് മന്ത് വാസ് മാക്സിമം ഇലക്ട്രിസിറ്റി യൂസ്ഡ്? ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപയോഗിച്ചത് ഏത് മാസത്തിലാണെന്നാണ് ചോദിച്ചത്. ഗ്രാഫ് കണ്ടാൽ നമുക്ക് വേഗം കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. അതിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന മാസം എവിടെയാണെടാ? ഏപ്രിൽ ആണ്. സോ നമുക്ക് ആൻസർ എഴുതി കൊടുക്കാം, ഏപ്രിൽ. ഓക്കെ, അപ്പൊ ഏപ്രിൽ ആണെന്ന് കിട്ടി. ബി ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഗ്രാഫ് നോക്കി ഇതുപോലെ ആൻസർ ചെയ്യാനേ ചോദ്യം ഉണ്ടാവുള്ളൂ. വളരെ എളുപ്പമാണ്. സോ അത് മിസ് ചെയ്യരുത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ. ബി ക്വസ്റ്റ്യൻ: ഇൻ വിച്ച് മന്ത് വാസ് ദ മിനിമം? ഏറ്റവും മിനിമം വരുന്നത് ഏത് മാസത്തിലാണ്? ജൂൺ മാസം. കണ്ടാൽ തന്നെ അറിയാം അല്ലെ. അപ്പൊ ഏറ്റവും കുറവ് വൈദ്യുതി വരുന്നത് എവിടെയാണ്? ജൂൺ മാസത്തിലാണ്. നമ്മൾ ഏപ്രിൽ എഴുതിയത് മാറിപ്പോയോ? ശരില്ല. ഓക്കെ, അപ്പൊ ഏപ്രിൽ എവിടെയാണ് അല്ലെ? ഏപ്രിൽ. ഓക്കെ, ഇതെന്താ? ജൂൺ ആണ് വരുന്നത്. ഇനി അടുത്ത് നോക്കിക്കേ. ഇൻ വിച്ച് മന്ത് ഡിഡ് ദ സെയിം എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി ഗെറ്റ് യൂസ്ഡ്? ഏത് മാസത്തിലാണ് സെയിം എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തത്? അപ്പൊ ഒരുപോലെ വരുന്നത് ഇതിൽ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. ഈ ഒരു എമൗണ്ട് കണ്ടില്ലേ, ഇത് ഒരേ ലെവലിലാണ് കിടക്കുന്നത്. അപ്പൊ അത് ഏതൊക്കെ മാസാ? മാർച്ചിലും മെയ്യിലും ആണ്. അപ്പൊ മാർച്ച് ആൻഡ് മെയ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അതില് ആൻസർ എഴുതി കൊടുക്കാം. ഓക്കെ അല്ലെ? മാർച്ചും മെയ്യും. ഇനി അടുത്ത ചോദ്യം നോക്കാമല്ലോ. വാട്ട് വാസ് ദ എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി യൂസ്ഡ് ഇൻ ഫെബ്രുവരി? ഫെബ്രുവരിയിൽ യൂസ് ചെയ്ത കറണ്ടിന്റെ അളവ് എത്ര? അപ്പൊ അതും നിങ്ങൾക്ക് ഗ്രാഫ് നോക്കി കണ്ടുപിടിക്കാം അല്ലെ. ഫെബ്രുവരി ഇതാണ്. നേരെ ഗ്രാഫ് പോയി കിടക്കുന്നത് ഏത് എമൗണ്ടിന്റെ അടുത്തേക്കാ? 150ലേക്കാണ്. അപ്പൊ 150 എന്നുള്ള രീതിയിലാണ് അവിടെ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തത്. 150. സിമ്പിൾ അല്ലേ? ഏറ്റവും ലാസ്റ്റ് ഒരു ചോദ്യം ഒരാൾ ചോദിച്ചിട്ടുണ്ടല്ലേ. എന്താണ് ചോദ്യം നോക്കിക്കേ. വാട്ട് വാസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി യൂസ്ഡ് ഇൻ ജനുവരി ആൻഡ് ജൂൺ? ജനുവരിയിലും ജൂണിലും യൂസ് ചെയ്ത കറണ്ടിന്റെ വ്യത്യാസം, ഡിഫറൻസ് കണ്ടുപിടിക്കണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ? ജനുവരിയിൽ യൂസ് ചെയ്തത് 100 ആണ് അല്ലെ. ജൂണിൽ യൂസ് ചെയ്തത് 50 ആണ്. അപ്പൊ ഇത് തമ്മിലുള്ള ഡിഫറൻസ് കാണാൻ എന്ത് ചെയ്താൽ മതി? 100ൽ നിന്ന് 50 എന്ത് ചെയ്യുക? കുറച്ച് നോക്കുക. അപ്പൊ എത്ര കിട്ടുവാടാ? 50. 50 എന്ന് തന്നെ കിട്ടും. സോ ലാസ്റ്റ് ആൻസർ എത്ര വരും? 50 എന്ന് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ഇത്രയും എളുപ്പത്തിലുള്ള ചോദ്യമാണ് ഈ ഒരു സെക്ഷനിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. അത് മാത്രമല്ല, ഈ ഒരു സെക്ഷനിൽ നിന്ന് ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് വരും? എക്സാമിന് ചോദ്യം വരും. സോ ഇത് നിങ്ങൾ പഠിച്ചിട്ട് തന്നെ പോവുക. നല്ല കുട്ടികളായിട്ട് ഇനിയും ഒത്തിരി ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക, പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒത്തിരി ചോദ്യങ്ങളായിട്ട് ഇനിയും ഞങ്ങൾ വരുന്നതായിരിക്കും. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണുന്നത് വരെ ബൈ ബൈ, സീ യു.